അരമുക്കാൽ മണിക്കൂറോളം കുഞ്ഞ് റോഡിൽ കടന്നായിരുന്നു, രക്തം വാർന്ന് കടന്നായിരുന്നു. പിന്നെ കുടിസോട്ടോടെ പുറകിലാണ് അവനെ കടത്തിക്കൊണ്ട് പോയത്. അങ്ങനെ ഇത്രയും പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു പോയേനെമായിരുന്നു. അതിനവർ ശ്രമിച്ചില്ല. ഈ ആപ്പ പോലത്തെ വണ്ടിയുടെ ബാക്കിൽ ഒരാളെ കിടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് തലയ്ക്ക് പരിക്ക് പറ്റിയ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ പരിക്കിലേക്ക് പോകും. മീൻസ് അത് വണ്ടി കുടുങ്ങിയാണ് പോകുന്നത്. പോലീസുകാർ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. സമയത്ത് എത്തിക്കാനും പറ്റില്ല, അത് സ്പീഡിൽ പോകാത്തൊരു വണ്ടിയാണ്. 19കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം. പത്തനംതിട്ട വായ്പൂര് സ്വദേശിയായിട്ടുള്ള ആദിത്യൻ സുരേഷാണ് ഇക്കഴിഞ്ഞ 14-ാം തീയതി കോട്ടയം ജില്ലയിലെ തൃക്കുടിത്താനത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് മരണപ്പെട്ടത്. ആദിത്യനും സുഹൃത്തും സഞ്ചരിച്ച ബൈക്കിൽ എതിർദിശയിൽ നിന്ന് വന്ന കാറ് ഇടിക്കുകയായിരുന്നു. ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് സ്ഥലത്തെത്തിയതാണ്. എന്നാൽ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്രയും വേഗം മാറ്റാൻ പോലീസ് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ആരോപണം. ഏതാണ്ട് അരമണിക്കൂറോളം വൈകി അതുവഴി എത്തിയ ഒരു ആപ്പെ ഗുഡ്സ് വാഹനത്തിൻ്റെ ക്യാരേജ് ബോക്സിൽ കിടത്തിയാണ് പരിക്കേറ്റ ആദിത്യനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ആദിത്യൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിനെതിരെ ആരോപണവുമായി ആദിത്യൻ്റെ മാതാവ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ ജോലിക്ക് വേണ്ടിയിട്ട് പോയതാണ്. 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് പോയതാണ്. അവന് പോയ സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. അപ്പം ഈ കാർ ഓവർടേക്ക് കയറി വരുമായിരുന്നു. എന്നിട്ട് ഇവൻ്റെ വണ്ടിയിൽ ഇടിക്കുമായിരുന്നു. ഇടിച്ച വഴിക്ക് അവൻ തെറിച്ച് പോയി മതിലേ ചെന്ന് അവൻ്റെ തലയിൽ ഇടിച്ചു. പിന്നെ രക്തത്തിൽ വാർന്ന് കിടന്നിട്ട് ഒരു പോലീസുകാർ 5 മിനിറ്റ് കൊണ്ട് സ്ഥലത്തെത്തിയിട്ടും അവനെ രക്ഷിക്കാനോ ഒന്നും ഒരു ശ്രമം നടത്തിയില്ല. പിന്നെ അതേ വന്നൊരു ലോഡും കൊണ്ട് വന്നൊരു ആപ്പ വണ്ടിയിലാണ് അവനെ ബൈക്കിൽ കിടത്തി, ഒരു ഫെസിലിറ്റി ഇല്ലാതെ അവനെ കിടത്തി വിട്ടത്. കൂടെ ആരും ഒരു പോലീസുകാർ പോലും പോകാൻ തയ്യാറായില്ല. പിന്നെ അവൻ്റെ കൂട്ടുകാരൻ സമീർ, അവനും നല്ലപോലെ പരിക്കേറ്റിരുന്നു. അവൻ ബൈക്കിലിരിക്കാവുന്നതുകൊണ്ട് പോലീസുകാർ അവനെ വഴക്ക് പറഞ്ഞ് ഫ്രണ്ടിൽ കയറ്റി ഇരുത്തി. 1/4 മണിക്കൂറോളം റോഡിൽ രക്തം വാർന്നവൻ കിടന്നു. അതിനുശേഷം അവനെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെയും 5 മിനിറ്റ് വൈകിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് അവനെ കൊണ്ടുപോകുന്നത്. ആ സമയത്തായിരുന്നു മരിച്ചത്. 1/4 മണിക്കൂറോളം കുഞ്ഞ് റോഡിൽ കടന്നായിരുന്നു, രക്തം വാർന്ന് കടന്നായിരുന്നു. അവനെ കുടിസോട്ടോടെ പുറകിലാണ് അവനെ കടത്തിക്കൊണ്ട് പോയത്. അങ്ങനെ പോലീസുകാർ കൂടെ പോകാൻ പോലും തയ്യാറായില്ല അവൻ്റെ കൂടെ. അവനാ കൂട്ടുകാരനെ അവനെ കൂടെ തന്നെയാണ് ആ അപ്പ വണ്ടിയെ കയറ്റി വിട്ടത്. അവനും പറയുന്നുണ്ട് അവനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് പോലീസ് എത്തിയെങ്കിലും അവർ രക്ഷിക്കാനുള്ള ഒരു ശ്രമങ്ങളും നടത്തില്ല. അവർ പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു, അവർക്ക് ആ സ്പോട്ടിൽ ആംബുലൻസ് വിളിച്ചിരുന്നെങ്കിൽ അതും വന്നേനെ. ഇതൊന്നും ചെയ്യാതാണ് അതിലെ ലോഡും കൊണ്ട് വന്ന വണ്ടിയിൽ കയറ്റി അവനെ ആരും ഇല്ലാതെ കൊണ്ടുവന്ന് അവർ കൊണ്ടുവന്ന് വിട്ടത്. അപ്പോൾ അവർക്ക് രക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം എൻ്റെ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു പോയേനെമായിരുന്നു. അതിനവർ ശ്രമിച്ചില്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടല്ലേ? ഉണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ നടപടി എടുക്കാൻ ഞാൻ അന്വേഷിക്കാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളെ സ്ഥലത്ത് പോയി. അവരെല്ലാവരും പറഞ്ഞത് 1/4 മണിക്കൂറോളം കുഞ്ഞു റോഡിൽ രക്തം വാർന്ന് കടന്നിരുന്നു. ഇപ്പോൾ കൊണ്ടുപോയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് അവരും പറഞ്ഞത്, സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞത്. അപകടം പറ്റി എൻ്റെ കുഞ്ഞു റോഡിൽ രക്തം വാർന്ന് കിടന്നപ്പോഴും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല പോലീസുകാർ ശ്രമിച്ചത്. അപ്പോഴും ഈ കാർ ഇടിപ്പിച്ച സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരപ്പോഴും ശ്രമിച്ചത്. നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് പോലീസുകാർ തന്നെ 2 രീതിയിലുള്ള മറുപടി പറഞ്ഞു. അകത്തുള്ള ആൾ പറഞ്ഞത് ഞങ്ങൾ എത്തുന്നതിന് മുന്നെയാണ് പെട്ടിയോട്ടയിൽ കയറ്റി വിട്ടതെന്ന്, നാട്ടുകാരൻ തന്നെ ചെയ്ത് കയറ്റി വിട്ടതെന്ന് പറഞ്ഞു. പക്ഷേ പുറത്ത് FIR എഴുതിയതെന്ന് പറയുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാം ഞങ്ങൾ തന്നെ പെട്ടെന്ന് ചെയ്ത് വിട്ടു എന്ന് പറഞ്ഞു. പോലീസുകാർ ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിട്ട് പോലീസ് ജീപ്പിൽ കയറ്റി വിടാതെ വേറൊരു വണ്ടിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അത്രയും ടൈം പോവുകയാണ് നമ്മുടെ പോലീസുകാർ. അവരുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ജീവൻ രക്ഷിക്കാമായിരുന്നു. ഈ ആപ്പ പോലത്തെ വണ്ടിയുടെ ബാക്കിൽ ഒരാളെ കിടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് തലയ്ക്ക് പരിക്ക് പറ്റിയ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടുതൽ പരിക്കിലേക്ക് പോകും. മീൻസ് അത് വണ്ടി കുടുങ്ങിയാണ് പോകുന്നത്. അതിൽ പോലീസുകാർ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. സമയത്ത് എത്തിക്കാനും പറ്റില്ല, അത് സ്പീഡിൽ പോകാത്തൊരു വണ്ടിയാണ്. ഓട്ടോ ഓടിച്ച ആൾ പറഞ്ഞതുപോലും ഒരു പോലീസ് മനുഷ്യപ്പറ്റില്ലാത്ത ഒരു പെരുമാറ്റമാണ് കാണിച്ചത്. ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ അവരുടെ സ്വന്തം വണ്ടി എടുക്കാനോ നോക്കാതെ ചെയ്തത്. കൂടെ പോയെന്ന് പറഞ്ഞ പയ്യന് പരിക്ക് പറ്റിയ പയ്യനുണ്ട്. ആ പയ്യനെ ഇപ്പോഴും ബോധമുണ്ട്, കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നതാണ്. ആ പയ്യനോട് ഇതുവരെ പോലീസ് പോയി കാണുകയോ അതിനെപ്പറ്റി ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. FIR അവർ റെഡിയാക്കിയത് തന്നെ ഇവരോട് ചോദിക്കാതെ തന്നെ ചെയ്തതാണ്. ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നിട്ട് അവിടെയുള്ള നാട്ടുകാരും പറയുന്നത് പോലീസിന് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാമായിരുന്നു, പെട്ടെന്ന് ചെയ്യാമായിരുന്നു. അവരവരുടെ വണ്ടിയിൽ കൊണ്ടുപോകാതെ വേറെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി സമയം പോയതും പ്രശ്നങ്ങളുണ്ടായതും. ആദിത്യനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച സമീർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ തോളലിനടക്കം പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സമീറെ, അന്ന് ആരാണ് വണ്ടി ഓടിച്ചിരുന്നത്? അവനായിരുന്നു അന്ന് വണ്ടി ഓടിച്ച്. പിന്നെ ആ എതിരെ വന്ന വണ്ടി ഓവർടേക്ക് വന്ന് ഇടിച്ച് കയറുമായിരുന്നു. അപ്പോൾ കുറേ ചോരയും പോയി. അപ്പോൾ തന്നെ അവൻ്റെ ബോധം പോയായിരുന്നു. പിന്നെ 5 മിനിറ്റിനുള്ളിൽ പോലീസും വന്നു.
പിന്നെ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിരുന്നു. പിന്നെ അരമണിക്കൂർ ഇപ്പോൾ ഒരു ആപ്പയോട്ടം വന്നപ്പോൾ ആ വണ്ടി ഒരു ലോഡ് ഉണ്ടായിരുന്നു. ആ വണ്ടി ലോഡ് ഇറക്കിയിട്ട് അവിടെ ഇറക്കി എന്നിട്ട് അതിൻ്റെ അകത്ത് കയറ്റി പുറകിട്ട് കൊണ്ടുപോയി. എന്തായാലും ഒരു അരമണിക്കൂർ കിടന്നാണ് റോഡിൽ. ആപ്പയോട്ടോ അതിൻ്റെ അകത്ത് ലോഡും കൊണ്ട് വന്ന വണ്ടിയായിരുന്നു. അത് ലോഡ് ഇറക്കിയിട്ട് ഞങ്ങളെ കയറ്റി ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആദ്യത്തിന് ആ ലോഡ് കയറ്റുന്ന ഭാഗത്ത് പുറകിലാണ് കയറ്റിയത്. എനിക്ക് പിന്നെ മുട്ട് മടങ്ങാത്തതുകൊണ്ട് എന്നെ ഫ്രണ്ടിലും കയറ്റി കൊണ്ടുപോയി. ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഓട്ടോയിൽ കയറ്റിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ബോധമില്ലായിരുന്നു. കുറേ ബ്ലഡും പോയായിരുന്നു തലേ. അപകടം സംഭവിച്ച ഉടനെ തന്നെ കുറേ വണ്ടികൾ അതുവഴി വന്നതാണ്. അത് ഏതിലൊന്നത് കയറ്റി കൊണ്ടുപോയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. അവരാരും അത് നോക്കിയില്ല. അവർ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന. അപകടം സംഭവിച്ച ഉടൻ തന്നെ കഴിയുന്നതും വേഗം ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മകന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ആദിത്യന്റെ മാതാവ് പറയുന്നത്. ഈ സംഭവത്തിൽ തൃക്കുടിത്താനം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട വായ്പൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.